ചേട്ടാ, നീ ചെയ്ത തെറ്റിന് എന്താണ് ശിക്ഷയെന്നറിയാമോ? ഞാൻ നിന്നെ... പ്രിൻസിപ്പൽ സാർ എന്തിനാ ബണ്ടി ഇത്രയ്ക്ക് വഴക്ക് പറയുന്നത്? പാവൻ ഒരു ടിഫിൻ മോഷ്ടിച്ച് കഴിച്ചു, അത്രല്ലേ ഉള്ളൂ. യു ആർ സസ്പെൻഡ്. ഞാൻ എന്റെ പ്രൂഫ് കൊണ്ട് ബണ്ടിയെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചല്ലോ. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കും, നോക്കിക്കോ. എടാ മാധവ, ഞാനെന്റെ കളി നിന്നിൽ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത്. പ്രിൻസിപ്പൽ സാർ ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. ചെല്ലടാ ചെല്ല്. എന്താ പറഞ്ഞ? എന്നെ സാറ് വിളിച്ചെന്നോ? അതെ, നിന്നെ തന്നെയാണ് സാറ് വിളിച്ചിരിക്കുന്നത്. ചെല്ല് ചെല്ല്, വേഗം ചെല്ലടാ. ഗോപു, അങ്ങോട്ട് നോക്ക്. നമ്മളുടെ ശത്രുവും പപ്പിയും ഒന്ന് ചേർന്ന് എന്തോ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അതേടാ ലക്ഷ്മൺ, വാ നമുക്ക് ചെന്ന് നോക്കാം. ഇല്ല ഇല്ല, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ലക്കി പറഞ്ഞ കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായത്? നിങ്ങൾ ഒപ്പിക്കുന്ന ഓരോ ഗുലുമാലും ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയല്ലേ. പിന്നെയാണ് ഇവന്റെ ഒരു ഭാഷ. പ്രിൻസിപ്പൽ സാർ നിന്നോട് എന്താ പറഞ്ഞത്? നിന്നെ സസ്പെൻഡ് ചെയ്തോ അല്ലെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ? നാളെ എന്റെ അച്ഛനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്തിനാ? എന്താ കാര്യം? അതൊന്നും എനിക്കറിയില്ല. അച്ഛനെ വിളിച്ചോണ്ടുവരാൻ പറഞ്ഞു. പ്രിൻസിപ്പൽ സാറിനെന്തോ പറയാനെടുത്ത. എന്നാൽ മാധവ, നിന്റെ കാര്യം പോക്കാ. മാധവ, ഞങ്ങൾ നിന്നെ ഒരിക്കലും മിസ് ചെയ്യില്ല. അത് നീ മനസ്സിലാക്കിയോ? ഇനിയാണ് എന്റെ കളി തുടങ്ങാൻ പോകുന്നത്. അടിപൊളിയായിരിക്കും. ഇല്ല 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 ഇല്ല, ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരില്ല. ഒരു പക്ഷെ അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ പിന്നെ പപ്പി രഹസ്യങ്ങൾ പരസ്യമാക്കിയാൽ പിന്നെ പിന്നെ എന്ത്? ഡമ്മിയായ അച്ഛനോ? എടാ വേണ്ട, മോഷ്ടിച്ചാ പിന്നെ നമ്മൾ പോലീസിന്റെ അടുത്ത് കുടുങ്ങി പോവും. ഡമ്മി അച്ഛനെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ കുടുങ്ങി, അതിനുശേഷം പ്രശ്നമാണ്. ഒന്നും മിണ്ടാതിരിക്കണ ലക്ഷ്മൺ, അവൻ പറഞ്ഞ ഐഡിയ ബെസ്റ്റ് ആണ്. വാ വേഗം ചെന്ന് ഡമ്മിയായ അച്ഛനെ തേടി കണ്ടെത്തണം. ഡമ്മി അച്ഛനോ? ഇവന്മാരിപ്പോ എങ്ങോട്ടാ പോവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേഗം വാടാ ലക്ഷ്മണ. ഇങ്ങനെ പോയാ നമുക്ക് ഡമ്മി അച്ഛനെ കിട്ടൂലടാ. അതായത് ചിക്കനിൽ നിന്നും ചിക്കൻ ബോക്സ് ഉണ്ടാവുന്ന പോലെ നിന്റെ അച്ഛന്റെ ജെറാക്സ് നമുക്ക് കിട്ടൂലെന്ന് തോന്നുന്നു മാധവ. അത് ശരിയാണ്. ഞാൻ എന്താ ആലോചിക്കാത്തത്? എന്തൊരു സോളിഡ് ഐഡിയ അല്ലേ? സോളിഡ് ഐഡിയ ആണ്. വാ വാ, ഇപ്പൊ തന്നെ പോവാ നമുക്ക്. അല്ല മാധവ, വാ വാ, അകത്തേക്ക് കേറി വാ. എടാ മാധവ, ഞാൻ നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. ഗോപാല പറഞ്ഞു നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഫിലിമിൽ ഹീറോയുടെ റോള് പഠിച്ചു തരാൻ പോകണത്. ഇനി നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വസൂലി ഭായ്, റോളുണ്ട്. പക്ഷേ ഹീറോന്റെ റോളല്ല, അത് അച്ഛന്റെ റോള്. അത് പ്രിൻസിപ്പൽ സാറിന്റെ മുന്നിൽ വെച്ച്. പ്രിൻസിപ്പൽ എന്താ നിന്റെ അച്ഛന്റെ റോളോ? അത് പട്ടുവർത്തൻ സാറിന്റെ കൂടെയാ. നിങ്ങൾ വീണ്ടും എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിച്ചോ? വസൂലി ബായ്, നിങ്ങളെ കാണാൻ സുന്ദരനായിരിക്കും, വയസ്സായിരിക്കാം, പക്ഷേ ഹാൻസം ആണ്. വേണ്ട വേണ്ട, എന്റെ ഡേറ്റ്സ് അവൈലബിൾ അല്ല. വസൂലി ഭായ് പ്ലീസ്, നിങ്ങൾ എന്റെ ഡമ്മി അച്ഛനായിട്ട് സ്കൂളിലേക്ക് ഒന്ന് വന്നേക്കേ. അല്ലെങ്കിൽ അവരെന്നെ സ്കൂളിൽ നിന്ന് അടിച്ച് പുറത്താക്കും. പിന്നെ ഞാൻ സ്കൂളും ഇല്ലാതെ, ഗോൾഡൻ ഹിൽസും ഇല്ലാതെ, വസൂലി ഭായും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യുമാ? വസൂലി ബായ്, പട്ടുവർത്തൻ സാറിന് മുമ്പിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമോ?
ഒരുപക്ഷെ കുടുങ്ങിപ്പോയാലോ? ഭയങ്കര റിസ്ക് ആണ്. നല്ലോണം ആലോചിക്കേ. പറ്റില്ല ഞാൻ ഹീറോയാണ്. ഫാദറായിട്ട് എനിക്ക് എന്നെ കിട്ടില്ല. വസൂലി ഭായ്, ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഗോൾഡൻ ഹിൽസിലെ ഫ്യൂച്ചർ അതിപ്പോ നിങ്ങളുടെ കൈകളിലാണ് ഉള്ളത്. നിങ്ങൾ പ്രായത്തിൽ ഞങ്ങളെക്കാളും മൂത്തതാണ്. ഞങ്ങൾക്ക് ചേട്ടനെ പോലെയാണ്. ചേട്ടൻ അച്ഛന് സമമാണ്. അതുകൊണ്ട് ദയവീട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കൂ പ്ലീസ്. ചേട്ടാ പ്ലീസ്, എന്റെ പൊന്നു ചേട്ടാ എന്റെ അച്ഛനായിട്ട് മാറിയിക്കേ. എനിക്ക് വേറെ ആരുമില്ല വസൂലി ഭായ്. ഞാൻ ആരോട് പോയി ചോദിക്കും? ഇങ്ങനെ കരയില്ലേടാ പൊന്നനിയ, നീ എന്റെ മോനല്ലേ. നീ വിഷമിക്കണ്ട. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. കലക്കി വസൂലി ഭായ്, നിങ്ങളിപ്പോ ക്യാപ്റ്റൻ ഗജോദർ പോലെ തന്നെ ആയല്ലോ. പക്ഷെ നിങ്ങൾ നടക്കുമ്പോൾ മാർച്ച് ചെയ്ത് നടക്കണം. അല്ല അങ്ങനെയല്ല വസൂലി ഭായ്. എന്നെ നോക്ക്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം. നോക്ക് ഇങ്ങനെ. എന്തിനാടാ 3-4 മേടിച്ചത്? കലക്കി, നീ അച്ഛനെ പോലെ തന്നെ പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കാണിച്ചേ. ഇതിനൊക്കെ ആരാടാ കാശ് കൊടുക്കാൻ പോകുന്നത്? ഇതിപ്പോ സെയിം ടു സെയിം അച്ഛനെ പോലെ തന്നെയാ. എടാ ഗോപു, അവിടെ മാധവന്റെ പ്ലാന് സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ രണ്ടാളും ഇവിടെ തനിച്ചിരിക്കയാടാ. എന്തുകൊണ്ടാ ഗോപു, എന്തുകൊണ്ടാ? കാരണം എവിടെയെങ്കിലും നമ്മുടെ ഐഡിയ വർക്കൗട്ട് ആയില്ലെങ്കില് അപ്പോ നമ്മൾ ചില ഗിമ്മിക്സും മാജിക്കും ഒക്കെ ചെയ്യണം. എനിക്ക് ആകെ കൺഫ്യൂസ് ആവുന്നു ഗോപു. എന്താ നീ പറയുന്നത് ഗോപു? ഇത്രയും വലിയ ഗുലുമാലോ? മാധവൻ വസൂലിബായിനെ അവന്റെ അച്ഛന്റെ വേഷത്തിൽ ഇവിടെ കൊണ്ടുവരുന്നെന്നോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്ര വലിയ തെറ്റാത്. ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാലോ? പറഞ്ഞതുപോലെ അതേ സമയത്ത് ആരെങ്കിലും മാധവന്റെ ഒറിജിനൽ അച്ഛനെ സ്കൂളിലേക്ക് വരുത്തിയാലോ? പിന്നെ മാധവന്റെ കാര്യം തീർച്ചയായിട്ടും തെറ്റായി പോകും. ഗോപു, ഈ പ്രാവശ്യം നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗുലുമാല് മൊത്തം പപ്പി ചെയ്തോളും. നീ വളരെ സ്മാർട്ടാണ് ഗോപു. ഹലോ, ക്യാപ്റ്റൻ ഗജോദർത്തിയാണോ? ഞാൻ മാധവന്റെ സ്കൂളിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്രിൻസിപ്പൽ സാർ നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതെ സാർ, അതൊരു സർപ്രൈസ് ആണ്. സീ സാർ, ബൈ. ഇപ്പൊ ഇവിടെയുള്ള രഹസ്യമെല്ലാം ഞാൻ പരസ്യമാക്കി മാറ്റും. മാധവന്റെ കഥ അവസാനിപ്പിക്കും ഞാൻ. വരൂ സാർ, വരൂ. മാധവിന്റെ അച്ഛനല്ലേ? വരൂ സാർ, അകത്തേക്ക് വരൂ. വരൂ വരൂ ക്യാപ്റ്റൻ ഗജോദർ. അച്ഛാ, പ്രിൻസിപ്പൽ സാർ നിങ്ങൾക്ക് ഷേക്ക് തരുന്നുണ്ട്. ഷേക്കാൻ. വരൂ. ഞാൻ കുറെ നാളായി നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതേതായാലും നന്നായി, നിങ്ങൾ നേരിട്ട് വന്നത് നന്നായി. വന്നിരിക്കേ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അത് എടുത്തോണ്ട് വരാം. പപ്പി, എന്റെ കൂടെ വാ. നിങ്ങൾ എന്താ കഴിക്കുന്നത്? ഹോട്ടാണോ കോൾഡാണോ? മാധവന്റെ സസ്പെൻഷൻ ഓർഡർ, അതല്ലെങ്കിൽ വസൂലിക്കായിരിക്കും. നീയും മാധവന് ചേർന്നൊപ്പിച്ച എല്ലാ ഗുലുമാലുകളും എനിക്കറിയാം. ഇന്ന് നിങ്ങളുടെ രണ്ടാളുടെ കാര്യം പോക്കാണ് മോനെ. ദാ വരുന്നു സാർ, നിങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യായിരുന്നു സാർ. ഈ കാര്യം പപ്പിക്ക് എങ്ങനെയാണോ മനസ്സിലായത്? മാധവ, എനിക്ക് ഇനി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ആവണ്ട. വസൂലി ഭായ്, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എനിക്ക് ആദ്യമായിട്ടാണ് സസ്പെൻഷൻ കിട്ടാൻ പോകുന്നത്. സാറിന് അച്ഛനെ കാണാൻ കണ്ടു കഴിഞ്ഞു. വരൂ, നമുക്ക് പോകാം. ഞാൻ വരുന്നു. വേണ്ട. എന്റെ ഒറിജിനൽ അച്ഛൻ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യാണ്? പ്രിൻസിപ്പൽ സാർ ഇപ്പോ നിന്റെ രണ്ട് അച്ഛനെയും കണ്ട് സംസാരിക്കാൻ പോവാണോ? നോ, വസൂലി ഭായ് എന്റെ അച്ഛനും പിന്നെ പ്രിൻസിപ്പൽ സാറും ഒരിക്കലും നേരിട്ട് മീറ്റ് ചെയ്യാൻ പാടില്ല. എന്റെ കാര്യം അതോ ഗതി. എടാ മാധവ, നീ കാരണം ഞാൻ കുടുങ്ങി നിൽക്കുന്നേ. ഇപ്പൊ ഞാൻ ഇവിടെ എസ്കേപ്പ് ആവുമല്ലാതെ വേറെ ഒരു വഴിയില്ല. എന്നെ അങ്ങ് വിട്ടേക്ക്.
അച്ഛാ ഗുഡ് മോർണിംഗ്. ഹലോ, ബൈ അങ്കിൾ. എന്നെ വളരെ അർജന്റ് ആയിട്ട് എന്തിനാ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞത്? നീ വീണ്ടും ഇവിടെ എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിച്ചോ? ക്യാപ്റ്റൻ ഗജോദർ, ഞാൻ നിങ്ങളെ ഇവിടെ വരാൻ പറഞ്ഞതിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും. വാവ്, ആന്റിക് കളക്ഷൻ. അതെ, ഇത് നോക്കൂ. ഇത് വളരെ റെയറായ പ്രീമിയമായ ആന്റീക് കളക്ഷൻ ആണ്. ഫിഷിംഗ് ഹുക്സുകളാണ്. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളും എന്നെ പോലെ വലിയൊരു ഫിഷിംഗ് ലവർ ആണെന്നുള്ള കാര്യം. ഫിഷിംഗ് ഹൂക്സ്. ഇതിനാണോ നിങ്ങൾ മാധവന്റെ അച്ഛനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇവനെ കുറിച്ച് കംപ്ലൈന്റ് പറയാനല്ലേ? ചേടാ, ശരി, ഓക്കെ, നിങ്ങൾക്ക് കംപ്ലൈന്റ് ഒന്നും പറയാനില്ലെങ്കിൽ സാരമില്ല. എനിക്ക് ചില കംപ്ലൈന്റുകൾ പറയാനുണ്ട്. ഈ മാധവന്റെ അച്ഛൻ ഡമ്മിയാണ്. അയാളുടെ മീശയും ഡമ്മിയാണ്. എന്തോന്ന്? എന്റെ മീശ ഡമ്മിയാണെന്നോ? എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും സർ. മാധവൻ വസൂലിയെ തന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് സർ. ഇത് വസൂലിയാണ് സർ. പപ്പി, നീ എന്താ പിച്ചും പെയ്യും പറയുന്നത്? ഇത് ഗുലുമാലാണ് സർ, ഗുലുമാലാണ്. ഞാനിപ്പോ കാണിച്ചു തരാം. അച്ഛാ, പപ്പി, എന്റെ അച്ഛനെ വിട്ടേക്ക്. പപ്പി, അയാളെ വിട്ടേക്ക്. ഇതെല്ലാം എന്ത് തമാശയാണ് മിസ്റ്റർ പട്വന്തൻ? ചേടാ, ആ മീശ ശരിക്കും ഒറിജിനലാണ്. അതുപോലെ എന്റെ അച്ഛനും ഒറിജിനലാണ്. I am extremely sorry, Captain Gajoda. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? ഇത്രയും നേരം വസൂലിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവന്മാരെ എന്തോ ഗുലുമാൽ ഒപ്പിച്ചിട്ടുണ്ട് സർ. ദയവേത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം സർ. പപ്പി, മതി, നിർത്ത്. ഒന്നും മിണ്ടരുത്. ഞാൻ നിന്നെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറത്തു പോകണം. ഗെറ്റ് ഔട്ട്. ഗേറ്റിന് പുറത്ത് പോകാനാ പറഞ്ഞത്. ബാബാ.